കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നലെ ഞാനൊരു വീഡിയോ പരമ്പര ആരംഭിച്ചിരുന്നു. ആ പരമ്പരയുടെ വിഷയം ഇതായിരുന്നു: പൗലോസിന്റെ ജെറുസലേമിലേക്കുള്ള യാത്രകൾ എന്നുള്ളതായിരിക്കുന്ന ഒരു പരമ്പരയാണ്. ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ശരിക്കും ഔദ്യോഗികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുഖ്യമായിരിക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടോ പോയത് 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യമേ അങ്ങനെ പോയിട്ടുള്ളൂ എന്ന്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. അന്ത്യോക്യയിലെ സഭയിൽ നിന്നുള്ളവര് സ്വരുക്കൂട്ടിയതായിരിക്കുന്ന സാമ്പത്തിക കൂട്ടായ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പൗലോസും ബർന്നബാസും കൂടെ എന്നുള്ളതായിരിക്കുന്ന ഒരു 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 വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിലാണ്. 29-30. അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു എന്ന ഒരു കാര്യം കൂടെ ജെറുസലേം യാത്രയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു, അതായത് യെരുശലേമിലെ സഭയിൽ കൊടുത്തയച്ചു എന്ന് ഒരു വാക്യം കാണുന്നുണ്ട്. അങ്ങനെ ഒരു പോക്ക് പൗലോസ് അവിടെ പോയിട്ടുണ്ട്. അതല്ലാതെ പൗലോസ് മാനസാന്തരപ്പെട്ടതിന് ശേഷം ശരിക്കും പൗലോസ് 3 പ്രാവശ്യം യെരുശലേമിൽ പോയതിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത്. സാമ്പത്തിക കൂട്ടായ്മ, ദരിദ്രരായിരിക്കുന്ന യഹൂദിയിലെ വിശ്വാസികൾക്ക് സാമ്പത്തിക കൂട്ടായ്മ കൊടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം പോയതായിട്ട് നമ്മളിങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് പൗലോസിന്റെ ഒന്നാമത്തെ അഥവാ മാനസാന്തര ശേഷം 1-ാമത്തെ ജെറുസലേം യാത്രയെക്കുറിച്ചാണ്. ആ യാത്രയിൽ ഞാൻ പറഞ്ഞു അത് പത്രോസുമായി മുഖപരിചയമാകാൻ വേണ്ടിയിട്ട് പോയതാണ്. കാരണം അതിനു മുമ്പേ പൗലോസിനെ അറിയുകയില്ല. അതിന് വേണ്ടിയിട്ട് പോയതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നുവല്ലോ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ 2-ാം യെരുശലേം യാത്രയാണ്. 2-ാമത്തെ യെരുശലേം യാത്ര. 2-ാമത് പൗലോസ് എന്തിനു പോയി? ഞാൻ ഇന്നലെ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് 12 അപ്പോസ്തലന്മാരിൽ നിന്ന് കേൾക്കുവാനോ പഠിക്കുവാനോ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുവാനോ കൂട്ടായ്മ പാലിക്കുവാനോ ഒന്നുമല്ല പൗലോസ് പോയത് എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ എൻ്റെ വീഡിയോ കേൾക്കാത്തവരാണ് ഇന്നത്തെ വീഡിയോ കേൾക്കുന്നതെങ്കിൽ ഇന്നലത്തത് കേൾക്കണം. ഇന്നലത്തേൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും ഇന്നത്തേൽ ഞാൻ ആവർത്തിക്കുന്നില്ല. മാനസാന്തരത്തിന് ശേഷം 2-ാമത് യെരുശലേമിലേക്ക് പോയത് എന്തിനാണ് എന്നുള്ളത് എഴുതിയിരിക്കുന്ന വേദഭാഗം ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെ. ഞാൻ എല്ലാ വാക്യങ്ങളും താഴെ ഞാൻ കൊടുക്കുന്നതാണ്, വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വാക്യങ്ങൾ എടുത്ത് നോക്കാനായിട്ട് കഴിയും. ഇന്നലെ വീഡിയോ കണ്ടവർ ചിലര് വാക്യങ്ങൾ താഴെ എഴുതണം എന്ന് എന്നോട് പറയുകയുണ്ടായി. ഓക്കെ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. 14 ആണ്ട് എന്ന് പറയുന്നത് ആദ്യം പോയ 3 ആണ്ടിന് ശേഷമാണ്. 3 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കേഫാവുമായി മുഖപരിചയമാകട്ടെ യെരുശലേമിലേക്ക് പോയി എന്ന് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു. അത് കഴിഞ്ഞ് 14 ആണ്ട്. അപ്പോൾ ആകെ പൗലോസിന്റെ മാനസാന്തരപ്പെട്ടതിന് രണ്ടാമതായിട്ട് പോകുന്നത് 17 വർഷം കഴിഞ്ഞിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ളത് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് അത്ര പോയത്. എന്ത് വെളിപ്പാട്? ഏത് വെളിപ്പാട്? ആ വെളിപ്പാടിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഇത് പറയാനാണ്. അതായത് ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്താണ് എന്ന് 12 അപ്പോസ്തലന്മാരായിരിക്കുന്ന യെരുശലേമിലെ സഭയിലെ മറ്റു മൂപ്പന്മാരുമായിരിക്കുന്ന പ്രമാണികളോട് വിവരിക്കുക എന്ന വെളിപ്പാട് കൊടുക്കുന്നത് കർത്താവാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പൗലോസിന് വെളിപ്പാട് കൊടുത്തു. നീ ജാതികളോട് പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്തെന്ന് നീ യെരുശലേമിലെ സഭയിൽ പോയി അവരെ ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു അറിയിപ്പ് കർത്താവിൽ നിന്ന് പൗലോസിന് ലഭിച്ചു. ആ അറിയിപ്പിൻ പ്രകാരമാണ് പൗലോസ് 2-ാമത് യെരുശലേമിലേക്ക് പോകുന്നത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷ പ്രമാണികളോട് വിവരിച്ചു. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ?
ജാതികളുടെ ഇടയിൽ പൗലോസ് പറയുന്ന സുവിശേഷം യെരുശലേമിലെ 12 അപ്പോസ്തലന്മാർക്കും അറിയില്ല, അവിടുത്തെ സഭാ മൂപ്പന്മാർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ പൗലോസ് ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷവും അതുപോലെ തന്നെ 12 അപ്പോസ്തലന്മാർ പറയുന്ന സുവിശേഷവും ഒന്ന് തന്നെയാണ് എങ്കിൽ എന്തിനാ പൗലോസ് പറയുന്ന സുവിശേഷം അവരെ ധരിപ്പിക്കാൻ പോകേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അധികം വ്യാഖ്യാനം ഒന്നും തന്നെ വേണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന സുവിശേഷം രണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം 12 അപ്പോസ്തലന്മാരെ ധരിപ്പിക്കാൻ പോയത്. എല്ലാവരും ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് 12 അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷവും പൗലോസ് പറഞ്ഞ സുവിശേഷവും ഒന്ന് തന്നെയാണ്. ബൈബിളിലാകെ ഒരു സുവിശേഷമേ ഉള്ളൂ എന്നുള്ളതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന, തികച്ചും തെറ്റായിരിക്കുന്ന ഒരു വാദഗതി നിരത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്രിസ്തീയ സഭകളെല്ലാം 99% സഭകളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പൗലോസ് ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷമാണ് ഇന്ന് നമുക്കുള്ള സുവിശേഷം, ഇന്ന് നമ്മുടെ രക്ഷയുടെ സുവിശേഷം. 12 അപ്പോസ്തലന്മാർ യഹൂദന്മാരോട് പറയുന്നതായിരിക്കുന്ന സുവിശേഷം നമുക്കുള്ളതല്ല. അത് കേട്ടും പഠിച്ചും ഇരുന്നാലൊന്നും നമ്മൾക്കാർക്കും രക്ഷപ്പെടാനും കഴിയുകയില്ല. അപ്പോൾ രണ്ടാമത്തെ യെരുശലേം യാത്രയുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരോട് വിശേഷ പ്രമാണികളോട് വിവരിച്ചു, എന്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിചേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അപ്പം പൗലോസ് പറയുന്ന ഈ സുവിശേഷത്തില്, ജാതികളോട് പറയുന്ന സുവിശേഷത്തില് ന്യായപ്രമാണം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് തീത്തോസിനെയും, യവനായിരിക്കുന്ന അല്ലെങ്കിൽ വിജാതീയനായിരിക്കുന്ന തീത്തോസിനെയും കൂട്ടിക്കൊണ്ടുപോയത്. തീത്തോസ് പരിചേദന ഏൽക്കാത്തവനാണ്. പരിചേദന ഏൽക്കാത്തവനായിരിക്കുന്ന തീത്തോസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോയതിന്റെ അർത്ഥം, ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതാണ്, അവരോട് ന്യായപ്രമാണം ആചരിക്കാൻ ഞാൻ പറയാറില്ല, അവരോട് ന്യായപ്രമാണം ആചരിക്കാൻ കർത്താവ് എനിക്ക് നിർദ്ദേശം തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ജാതികളോട് പറയുന്ന സുവിശേഷവും അവർ അനുസരിക്കുന്നതും അവർ രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷം യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ യാഗമരണം എന്നുള്ളതായിരിക്കുന്ന വാർത്തയാണ്. ആ നല്ല വാർത്തയാണ് ഞാൻ പറയുന്നത്. അതിൽ ന്യായപ്രമാണം ചേർക്കാൻ പറ്റുകയില്ല. അതിൽ വിശ്വസിക്കുന്ന ആരും പരിശോധന ഏൽക്കേണ്ട ആവശ്യമില്ല. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്രചർമ്മിയായിരിക്കുന്ന തീത്തോസിനെയും കൂട്ടിക്കൊണ്ടു പോയത് എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നു. നോക്കിയാൽ എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. യെരുശലേമിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, നിന്റെ കൂടെയുള്ളത് ഒരു വിജാതീയനല്ലേ, അവൻ പരിച്ഛേദന ഏൽക്കാതെ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത് എന്താണ്, അവനെ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് ആരും നിർബന്ധിച്ചില്ല. യെരുശലേമിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. ഇന്നത്തെ സുവിശേഷന്മാർക്കും ഇന്നത്തെ സഭകളിലുള്ളവർക്കും എത്ര പറഞ്ഞാലും മനസ്സിലാക്കുകയില്ല. എന്ത് ചെയ്യാനാ? പരിച്ഛേദന ഏൽക്കുന്നതല്ല കേട്ടോ, ഇന്നുള്ളവർ പരിച്ഛേദന ഏൽക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് പൗലോസും പത്രോസും ഒക്കെ പറയുന്ന സുവിശേഷം കണ്ടാമെന്ന് ഇന്നുള്ളവർക്കൊന്നും മനസ്സിലാകുകയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് പറയാണ്, അവനെ ആരും നിർബന്ധിച്ചില്ല, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അന്ത്യോക്യയിൽ വെച്ചുള്ളായിരിക്കുന്ന തർക്കത്തെക്കുറിച്ച് പറയുന്നത്, നുഴഞ്ഞു വന്ന സഹോദരന്മാര് ഇവരെല്ലാവരും അന്ത്യോക്യയിലുള്ളായിരിക്കുന്ന വിശ്വാസികളെല്ലാവരും പരിശോധന ഏൽക്കണം, ജാതികളായിരിക്കുന്നവർ പരിശോധന ഏൽക്കണം എന്നുള്ളതായിരിക്കുന്ന സന്ദേശം, എന്നുള്ളതായിരിക്കുന്ന നിർബന്ധം ചെലുത്തിയപ്പോൾ പൗലോസ് പറഞ്ഞത്, ഞാനും ബർന്നബാസും അവർക്ക് അല്പം പോലും വഴങ്ങി കൊടുത്തില്ല, ഒരു നാഴിക പോലും ഞങ്ങൾ അവർക്ക് വഴങ്ങി കൊടുത്തില്ല. അവര് നമുക്കുള്ളായിരിക്കുന്ന ക്രിസ്തുവേശുവിനുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കാൻ വേണ്ടി വന്നവരാണ്. എന്നിട്ട് അവിടെ പറയാണ്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തിട്ടില്ല. പ്രമാണികളായവർ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, യെരുശലേമിലെ പ്രമാണികൾ 12 അപ്പോസ്തലന്മാരും അവിടുത്തെ മൂപ്പന്മാരുമാകുന്ന പ്രമാണികളായവർ അവര് പണ്ട് എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അവര് യേശുക്രിസ്തു നേരിട്ട് വിളിച്ച അപ്പോസ്തലന്മാരായിരിക്കാം, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവരായിരിക്കാം. അതൊന്നും എനിക്കിവിടെ വിഷയമല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് കർത്താവ് നേരിട്ട് വിളിച്ച 12 അപ്പോസ്തലന്മാര് പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ 12 അപ്പോസ്തലന്മാര് ഇടവും വലവും നടന്ന് കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാണെങ്കിൽ എനിക്കെന്ത് വേണമെന്നാണ് ചോദിക്കുന്നത് പോലെ. എനിക്കെന്ത് വേണം? അവര് പണ്ട് ആ കാലത്ത് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. കണ്ടോ, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, 12 അപ്പോസ്തലന്മാരിൽ നിന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അവരെന്നെ ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല.
നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടിയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്നും കണ്ട് എനിക്കും പരമേശ്വരിക്കും എന്നും കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭരണഭാസനം കൂട്ടായ്മയുടെ വലം കൈ തന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുകയാണ്. പൗലോസ് ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടിയും വ്യാപരിച്ചിരിക്കുന്നത് കണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ കർത്താവാണ് രണ്ടുപേരിലും വ്യാപരിക്കുന്നത്. രണ്ട് സുവിശേഷത്തിലും വ്യാപരിക്കുന്ന ഒരേ കർത്താവിന്റെ സത്യസുവിശേഷമാണ്. അത് രണ്ടും രണ്ട് സുവിശേഷമാണ്. യഹൂദന്മാരോടുള്ളായിരിക്കുന്ന സുവിശേഷം വേറെ, ജാതികളുള്ള സുവിശേഷം തന്നെ വേറെ. എന്നാൽ ഇത് രണ്ടും ഞങ്ങളെ പരമേൽപ്പിച്ചത് കർത്താവ് തന്നെയാണ് എന്നറിഞ്ഞും അത് ഗ്രഹിച്ചും എന്നോട് കൂടെ വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം, ആ ഘോഷണം എന്നുള്ള വാക്കൊക്കെ മലയാളത്തിൽ ചേർത്താട്ടോ. ഇത് ശരിക്കും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും എങ്ങനെ അറിയോ? പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷം വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന എന്ന് പറഞ്ഞാൽ ജാതികളോടുള്ളായിരിക്കുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അവരുടെ സുവിശേഷം യഹൂദന്മാർക്കുള്ള സുവിശേഷമാണെന്നും അറിഞ്ഞ് പത്രോസും യാക്കോബും കേഫാവും അവരത് മനസ്സിലാക്കിയിട്ട് എനിക്ക് കൂട്ടായ്മയുടെ വലം കൈ തന്നു, അവരംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോക്ക് എന്തിനായിരുന്നു യെരുശലേമിലേക്ക് പോയത്? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. യെരുശലേമിൽ നിന്ന് കുറെ പേര് വന്ന് അന്ത്യോക്യയിലെ സഭയിൽ വന്ന് അവര് പ്രശ്നമുണ്ടാക്കി. അന്ത്യോക്യയിലെ സഭയിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. പരിച്ഛേദന ഏൽക്കണം. അന്ത്യോക്യയിലെ സഭയിലുള്ളവരും പൗലോസ് സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിക്കപ്പെടുന്ന സഭകളിലുള്ള ജാതികളെല്ലാവരും പരിച്ഛേദന ഏൽക്കണം, ന്യായപ്രമാണം അനുസരിക്കണം എന്ന പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് തർക്കസംഗതി ഉണ്ടായി. പൗലോസും ബർന്നബാസും അവരോട് അതിഗൗരവമായി തർക്കിച്ചു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് യെരുശലേമിലുള്ളതായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയി അവരോട് ഈ തർക്കസംഗതികളെ കുറിച്ച് സംസാരിച്ച് പരിഹാരം വരുത്തണം. അല്ലെങ്കിൽ ഇനിയും ഇവര് പല സഭകളിലും ഗലാത്യ, കൊരിന്ത്യ, മറ്റ് പല സഭകളിലും അവർ ഇനിയും പോയി പ്രശ്നം ഉണ്ടാക്കും, ന്യായപ്രമാണം ചെയ്യാനായിട്ട് വിശ്വാസികളെ നിർബന്ധിക്കും. അതുകൊണ്ട് യെരുശലേമിൽ പോയി ഇതിന് പരിഹാരം വരുത്തണം. മൂപ്പന്മാരോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ പറഞ്ഞാലേ അവിടുത്തെ മറ്റ് സാധാരണ വിശ്വാസികൾ കേൾക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ളായിരിക്കുന്ന ഒന്നാം ജെറുസലേം കൗൺസിലാണ് പൗലോസും ബർന്നബാസും കൂടെ രണ്ടാമത് യെരുശലേമിലേക്ക് പോയി നടത്തിയത്. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത് യെരുശലേമിലേക്ക് പോയത്. ഒരു വെളിപ്പാടനുസരിച്ചാണ് പോയത് എന്ന് പറഞ്ഞാൽ ജാതികളോട് പൗലോസും ബർന്നബാസും ഒക്കെ പറയുന്ന സുവിശേഷം 12 അപ്പോസ്തലന്മാർ പറയുന്ന സുവിശേഷത്തിൽ നിന്ന് വളരെയേറെ വ്യത്യാസമാണെന്നുള്ളായിരിക്കുന്ന കാര്യം അവരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സാക്ഷിയായി പരിച്ഛേദന ജാതികൾക്ക് ആവശ്യമില്ല എന്നുള്ളത് സാക്ഷിയായി തീത്തോസ് എന്ന് പറയുന്ന യവനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. പക്ഷേ 12 അപ്പോസ്തലന്മാരാകട്ടെ യെരുശലേമിലുള്ളവരാകട്ടെ ഈ തീത്തോസിനെ പരിച്ഛേദന കഴിക്കാനായിട്ട് നിർബന്ധിച്ചുമില്ല, കഴിപ്പിച്ചുമില്ല. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് പോയത്. ഈ കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് ഇതെല്ലാം പറഞ്ഞ് അവരെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ 12 അപ്പോസ്തലന്മാർക്ക് കാര്യം മനസ്സിലായി. ഇത് ജാതികളോടുള്ളായിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ സുവിശേഷമാണ് പൗലോസിനെ പരമേൽപ്പിച്ചിരിക്കുന്നത്. പൗലോസും ബർന്നബാസും അതിന്റെ ശുശ്രൂഷകരാണ്. ഞങ്ങൾക്ക് യഹൂദന്മാരുടെ ഇടയിലെ സുവിശേഷമാണ്. ഇത് രണ്ടും രണ്ട് സുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ തടയേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജാതികളുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞുകൊള്ളൂ, ഞങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പറയാം എന്ന് പറഞ്ഞ് എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു എന്നാണ് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മൾ പഠിക്കുന്നത്. അതായത് രണ്ടാം യെരുശലേം യാത്രയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന
അധ്യായം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായമാണ്. നമ്മൾ ഇനി അവിടേക്ക് വരുന്നു. അവിടെ നിന്ന് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 26, 27, 28 വാക്യങ്ങൾ വായിച്ച് താഴേക്ക് വരാം. ശ്രദ്ധിക്കണം, ഞാൻ അധികം വിവരിക്കുകയില്ല, വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ പരമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അന്ത്യോക്യയിൽ നിന്നാണ് ബർന്നബാസിനെയും പൗലോസിനെയും 3 മിഷണറി യാത്രയ്ക്ക് സുവിശേഷ വേലയ്ക്ക് അയച്ചത് എന്നുള്ളത് ഓർക്കണം. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അന്ത്യോക്യയിൽ അവിടെ പാർത്തു. 15-ാം അധ്യായം. യഹൂദിയിൽ നിന്ന്, അപ്പൊ രണ്ടാമത്തെ പൗലോസിന്റെ യെരുശലേം യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. ഇതാണ് അതിന്റെ ഉദ്ദേശം. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു. എവിടേക്ക് വന്നു? അന്ത്യോക്യയിലേക്ക് വന്നു. അന്ത്യോക്യയിലെ ശുശ്രൂഷകർ ആരൊക്കെയാണ് ഈ സമയം? പൗലോസും ബർന്നബാസും. അപ്പൊ യഹൂദിയിൽ നിന്ന് ചിലർ വന്നു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു എന്നാണ് പറഞ്ഞത്? 12 അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന യെരുശലേമിലെ സഭയിൽ നിന്ന് കുറെ പേര് യഹൂദന്മാര് അന്ത്യോക്യയിലെ സഭയിൽ വന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഇതാണ് വിഷയം. അവര് വന്നിട്ട് ഈ യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, പൗലോസ് പറയുന്നവർ യേശുവിനെ തന്നെ വിശ്വസിക്കുന്നത്, ഞങ്ങൾ യേശുക്രിസ്തുവിനെ തന്നെ വിശ്വസിക്കുന്നത്. നമുക്ക് ശരിയാണെങ്കിലും മോശയുടെ ന്യായപ്രമാണം ഉണ്ടല്ലോ, ആ ന്യായപ്രമാണം ആചരിക്കണം, ആ പരിച്ഛേദന നിങ്ങൾ അനുസരിക്കണം എന്ന് അവരോട് പറഞ്ഞു ഉപദേശിച്ചു. അപ്പോൾ അവിടെ പറയാണ്, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതികളെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. നോക്കി, അപ്പൊ എന്തിനാണ് രണ്ടാമത് യെരുശലേമിൽ പൗലോസ് പോയത്? പഠിക്കാനാണോ? 12 അപ്പോസ്തലന്മാരായിട്ട് രമ്യതയിലാകാനാണോ? ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള കൈകൊടുക്കാനാണോ? അല്ല. എന്തിനാ പോയത്? യെരുശലേമിലെ വിശ്വാസികൾ വന്ന് അന്ത്യോക്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കണം. ഇനി ആരും നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അന്ത്യോക്യയിലാകട്ടെ പൗലോസ് എന്ന് വിശേഷം പറയുന്ന ഒരു സഭകളിലും പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് പിന്നെയും പ്രശ്നം ഉണ്ടാക്കി കേട്ടോ. ഗലാത്യ ലേഖനം തന്നെ എഴുതിയത് ഈ യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാര് വന്ന് ന്യായപ്രമാണത്തിലേക്ക് ഗലാത്യ സഭയിലെ വിശ്വാസികളെ തിരിച്ചു കളഞ്ഞതുകൊണ്ടാണ്. അതുപോലെ കൊരിന്ത് സഭയിലും അവരാണ് വന്ന് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ കേഫാവിന്റെ പക്ഷക്കാരും അപ്പല്ലോസിന്റെ പക്ഷക്കാരും പൗലോസിന്റെ പക്ഷക്കാരും യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരും എന്നൊക്കെ പറഞ്ഞ് കുറെ തരംതിരിവൊക്കെ ഉണ്ടായി അവിടെ. ഇവിടെയൊക്കെ പോയി ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാന്ന് നിങ്ങൾക്കറിയാമോ? കൊരിന്ത്യ സഭയിലും ഗലാത്യ സഭയിലും. ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അന്ത്യോക്യയിൽ പോയി ഒരു കൗൺസിലൊക്കെ കൂടി പറഞ്ഞ തീരുമാനങ്ങളൊക്കെ ആക്കിയെങ്കിലും ഈ എന്താണ് ഈ യഹൂദ വിശ്വാസികളായിരിക്കുന്ന ന്യായപ്രമാണവാദികൾ സമ്മതിച്ചില്ല. അവര് യേശുവിനെ വിശ്വസിക്കുന്നവരാ, 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരാ. അവര് അടങ്ങിയിരുന്നില്ല. അവര് പോയി ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഇവിടെ ഈ രണ്ടാമത്തെ യെരുശലേം യാത്ര അന്ത്യോക്യ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനെ പരിഹരിച്ച് ഇനി അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് ഉള്ള കാര്യം സംഭവിക്കാൻ, അല്ലെങ്കിൽ അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യെരുശലേം യാത്ര എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അങ്ങനെ അവർ യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നിക്കയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷ പക്ഷത്തു നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. പ്രശ്നം തീർക്കാൻ വേണ്ടി ചെന്ന് കൗൺസിൽ കൂടിയപ്പോഴും അവിടെ ഉള്ളായിരിക്കുന്ന യഹൂദ പരീശന്മാർ എഴുന്നേറ്റു. എവിടെയുള്ള 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന യെരുശലേമിലെ സഭയിലെ ആളുകൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കുകയില്ല. പരീക്ഷ പക്ഷത്ത് നിന്ന് ചിലരെ വിശ്വസിച്ചവർ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റിട്ട് അവരെ പരിച്ഛേദന കഴിക്കണം. ആരെ?
ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരെ പരിച്ഛേദന കഴിക്കണം എന്ന് മോശയുടെ ന്യായപ്രമാണവും ആചരിക്കണം. പരിച്ഛേദന കഴിച്ചാൽ മാത്രം പോരാ, ന്യായപ്രമാണം അല്ല, യാഗങ്ങളും വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളല്ല, അതെല്ലാം കഴിക്കണം എന്ന് ശഠിച്ചു, ആചരിക്കുകയും വേണം എന്ന് അവര് നിർബന്ധം പിടിച്ചു. കണ്ടോ, ഇവര് പ്രശ്നം പരിഹരിക്കാൻ ചെന്നിട്ട് അവിടെയുള്ളവർ അറിയിരിക്കുന്നില്ല. യഹൂദിയിലെ അല്ലെങ്കിൽ യെരുശലേമിലെ വിശ്വാസികൾ ആയിരിക്കുന്നവർ അറിയിരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? യെരുശലേമിലെ വിശ്വാസികളുടെ ഉപദേശവും ആചാരവുമല്ല ജാതികളായിരിക്കുന്ന പൗലോസിലൂടെ കൃപയുടെ സുവിശേഷം ലോകത്തിലേക്ക് വന്ന് ജാതികളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ജാതികളുടെ സഭയുടെ ഉപദേശം വിശ്വാസം, അത് അവരുടെ ഉപദേശവും വിശ്വാസവും അല്ല. അവരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്. യേശു അവരുടെ മശികയാണെന്ന് യെരുശലേമിലുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. യേശു അവരുടെ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ കൂടെ അവർ പരിച്ഛേദന ഏൽക്കും. അവര് പരിച്ഛേദന ഏൽക്കണ്ടയോ? അവര് പരിച്ഛേദന ഏൽക്കണം. അത് കർത്താവ് അവർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. കർത്താവ് 3.5 കൊല്ലം ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം അതൊക്കെ എടുത്ത് എന്ത് വലിയ പ്രസംഗം നടത്തുന്ന അറിയാമോ? ഇന്നത്തെ ജാതികളുടെ സഭയിലുള്ളവര് എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. ഞാനിതൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പൗലോസിന്റെ എഴുത്തുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ഉപദേശമോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ പഠിപ്പിക്കലുകളോ പൗലോസ് എവിടെയെങ്കിലും ആവർത്തിച്ചത് നിങ്ങൾ കാണുന്നുണ്ട്? എന്താ ഇല്ലാത്ത? അത് വേറെ കാര്യമാണ്. അത് യഹൂദന്മാർക്കുള്ളതാണ്. അവിടെ ന്യായപ്രമാണം വേണം. യേശുവിനെ അവർ മശികയായിട്ട് അംഗീകരിക്കുകയും വേണം. ഇതാണ് അവരുടെ വിശ്വാസം. അതാണ് അവർ ചെയ്യേണ്ടത്. ന്യായപ്രമാണം അവർ ചെയ്തു പോന്നിരുന്നു. അത് തന്നെയാണ്. അതേ ന്യായപ്രമാണം പൗലോസിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച ജാതികളായിരിക്കുന്നവരും അത് പിന്തുടരണം, അത് ചെയ്യണം എന്ന് അവിടെ ഉള്ളവരാണ് വന്ന് ഗലാത്യ സഭ, കൊരിന്ത്യ സഭ, അന്ത്യോക്യ സഭയിലെല്ലാം വന്ന് കണക്കുണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ യെരുശലേം കൗൺസിലിലൂടെ പൗലോസ് അവരുടെ ഈ പ്രശ്നത്തിന്, അവരുണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന് തടയിടാനാണ് ശ്രമിച്ചത്. എന്നാൽ തടയിടാൻ കഴിഞ്ഞില്ല. അവരടങ്ങിയിരുന്നില്ല. നോക്കിക്കേ, അതിനുശേഷം എന്താണ് പൗലോസ് ഒരു കൗൺസിൽ വിളിച്ചു ചേർത്ത് പ്രശ്നത്തിന് വരുത്താൻ നോക്കിയെങ്കിൽ അതിനെതിരെ സാത്താൻ 7 കൗൺസില് നിക്കയിലും അന്ത്യോക്യയിലും മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് 7 കൗൺസിൽ പിൻകാലങ്ങളിൽ നൂറ്റാണ്ടുകളിൽ വിളിച്ചു ചേർത്ത് ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭയെ കൊണ്ടുപോയി. ഇന്ന് കേരളത്തിലാകട്ടെ ലോകത്തിലാകട്ടെ ഉള്ളതായിരിക്കുന്ന 99% സഭാവിശ്വാസികളും പെന്തക്കോസ്ത്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് എന്ന് വേണ്ട എല്ലാ സഭകളും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നു. ന്യായപ്രമാണവാദികളായിരിക്കുന്നു. അഥവാ അവർക്ക് അറിയില്ല ന്യായപ്രമാണമാണ് അവരുടെ ഉപദേശം, അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ പഠിപ്പിച്ചത് യഹൂദന്മാരുടെ ഇടയിലാണ്. അവർ പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ്. അവരുടെ വിശ്വാസം യേശു മശിഹയാണെന്ന് മാത്രമാണ്. അല്ലാതെ കാൽവരിയിലെ കുരിശിലെ യാഗമരണം അല്ല അവർ വിശ്വസിച്ചത്. ഇതൊന്നും അറിയാത്ത ഇന്നത്തെ ഉപദേശിമാരും പ്രസംഗകരും മൂപ്പന്മാരും സുവിശേഷകന്മാരും ലക്ഷക്കണക്കിനാണ്. എന്നാൽ തിരുവെഴുത്ത് ശരിയാവണ്ണം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. പൗലോസിന്റെ ഉപദേശം 12 അപ്പോസ്തലന്മാരുടെ ഉപദേശമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ പക്ഷത്തു നിന്ന് എഴുന്നേറ്റ് കുറെ പേര് യെരുശലേമിൽ കൗൺസിലിൽ നിന്നിട്ട് പറഞ്ഞു അതൊന്നും പറ്റില്ല, ന്യായപ്രമാണം ആചരിച്ചേ പറ്റുള്ളൂ എന്ന് ശഠിച്ചു. ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം എല്ലാവരും വന്നുകൂടി. യെരുശലേമിലെ സുനദോസാണ്, ആദ്യത്തെ സുനദോസാണ്. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, പിന്നെ അങ്ങോട്ട് പത്രോസ് ആ കാര്യങ്ങൾ പറയുന്നതാണ്. പത്രോസ് ചില കാര്യങ്ങൾ പറയുന്നതാണ്. ഞാൻ അവിടെ എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി പത്രോസ്, യാക്കോബ്, യോഹന്നാനും മൂപ്പന്മാരൊക്കെ കൂടി ഒരു കാര്യം എഴുതി വിട്ടു. എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാർ, അതിന്റെ 23-ാം വാക്യം. അപ്പോസ്തലന്മാരും അവരുടെ അതിന്റെ 22. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യൂദയെയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചതെന്നാൽ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം.
ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഗ്രഹിപ്പിച്ചു. എവിടുന്നാ പോയത്? പ്രശ്നക്കാരൻ എവിടുന്ന വന്നത്? അന്ത്യോക്യ സഭയിലും ഗലാത്യ സഭയിലും പ്രശ്നക്കാരൻ എവിടുന്ന വന്നേ? പുറമേ നിന്നാണോ? 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരല്ലേ? വ്യക്തമായിട്ടോട് പറയാ, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഗ്രഹിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. ഏത് തന്നെ അറിയിക്കും? ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ ന്യായപ്രമാണം അനുസരിക്കേണ്ട, പരിച്ഛേദന ഏൽക്കണ്ട എന്നുള്ളത് തന്നെ അറിയിക്കും. അത് നിങ്ങളുടെ ഇടയിൽ കലക്കമുണ്ടാക്കിയത് ഞങ്ങളുടെ അറിയിപ്പ് കൂടാതെ, ഞങ്ങൾക്ക് അറിവില്ലാതെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതാണ്. പിന്നെ പറയാണ്, എന്നിട്ട് ഇവർക്ക് എന്നാലും ചില നിബന്ധന വെക്കുന്നുണ്ട്. എന്താ? ചില നിബന്ധന വെക്കുന്നത് ന്യായപ്രമാണത്തിന്റെ നിബന്ധനയെ വെക്കുന്നത് എന്താണ്? അവരും വാപൊഴിയായി ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും. ഇങ്ങനെ ഒരു എഴുത്ത് വാങ്ങി പൗലോസ് നേരെ അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് പട്ടണം തോറും ചെന്നു. അതിന്റെ 16 അധ്യായത്തിന് 4 വാക്യം. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ലെറ്ററും വാങ്ങി അവർ പോരുകയാണ്. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ചു, സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു. അപ്പൊ പല സ്ഥലങ്ങളിലും പൗലോസ് ഈ ലേഖനങ്ങൾ വായിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്തൊക്കെയായിരുന്നു നിബന്ധനകള്? എന്തൊക്കെയായിരുന്നു അവിടെ പറഞ്ഞത്? എന്തൊക്കെയാണ്? ഞങ്ങൾക്കും എന്താണ് ഇത് അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം. ഇതൊക്കെ ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളാണ്. ഇപ്പൊ പരസംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യഭിചാരമാണ്. അതെന്തായാലും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ലല്ലോ. ഈ രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പിന്നെ വിഗ്രഹാർപ്പിതം, ഇതൊക്കെ ന്യായപ്രമാണത്തിലെ യഹൂദന്മാർ കൊടുത്ത നിയമങ്ങളാണ്. എന്നാലും ന്യായപ്രമാണം ഒട്ടും വേണ്ട നിങ്ങൾക്കൊരു അല്പം ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ടാ ഈ കൽപ്പനകൾ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പിൻകാലങ്ങളില് പൗലോസ്, അന്ന് ഇത് പൗലോസിന് വെളിപ്പാടെല്ലാം കിട്ടിയിട്ടില്ല, വെളിപ്പാട് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ നിയമം, ഈ 4 നിയമങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും വായിച്ചു കേൾപ്പിച്ചു, കത്ത് കൊടുത്തു. എന്നാൽ പിൻകാലങ്ങളില് ഈ വിഗ്രഹാർപ്പിതത്തെ കുറിച്ചൊക്കെ പൗലോസ് എഴുതിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യ ലേഖനം 8 അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ വായിക്കുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കൂട്ടണം ഓർത്താൽ നിങ്ങൾ വായിച്ചാൽ മതി. വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതവും ഏതുമില്ല, എല്ലാം സ്തോത്രത്തോടെ ഭക്ഷിക്കാനാണ് പറയുന്നത്. നിങ്ങൾ 1 കൊരിന്ത്യ ലേഖനം 8 അധ്യായം വായിക്കുക. നോക്കിയാൽ വിഗ്രഹാർപ്പിതം തിന്നരുത് എന്ന് 12 അപ്പോസ്തലന്മാർ എഴുതി അയച്ചിട്ട് അത് ഈ സംഭവിച്ചത് എപ്പോഴാണ്? ഈ രണ്ടാമത്തെ മിഷണറി യാത്ര എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അല്ല, രണ്ടാമത്തെ ജെറുസലേമിലേക്കുള്ള പൗലോസിന്റെ യാത്ര എപ്പോഴാണെന്ന് ചോദിച്ചാൽ AD 49-50 അന്ന് പൗലോസിന് വെളിപ്പാടുകളെല്ലാം കിട്ടിയിട്ടില്ല. എന്നാൽ ഈ കൊരിന്ത്യ സഭയിൽ ലേഖനം എഴുതുന്ന AD 55 AD 55 അന്നേരം പറഞ്ഞു ഏതുമില്ലെന്ന് പറഞ്ഞു. വിഗ്രഹവും ഏതുമല്ല, വിഗ്രഹാർപ്പിതം ഏതുമല്ല, സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടെന്ന് വെളിപ്പാടുകൾ കിട്ടിയപ്പോൾ പൗലോസ് തിരുത്തി പറഞ്ഞു, തിരുത്തി എഴുതി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റവര് കുറച്ചെങ്കിലും ഒരു ന്യായപ്രമാണം ഇരിക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ 4 നിബന്ധനകളൊക്കെ വെച്ച് വിടുന്നത്. പക്ഷെ പൗലോസിന് വെളിപ്പാടുകളെല്ലാം കിട്ടിയപ്പോൾ അതിനെ ഖണ്ഡിച്ച് മാറ്റുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൗലോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത് യെരുശലേമിലേക്ക് പോയെന്ന് ചോദിച്ചാൽ, യെരുശലേമിലെ സഭയിലെ വിശ്വാസികളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ്. ഞാനത് അങ്ങനെ തന്നെ പറയും, പൊറുതി മുട്ടിയിട്ട്. എവിടെ പൗലോസ് പോയി സുവിശേഷം പറഞ്ഞ സഭകൾ ഉണ്ടാക്കിയാലും പുറകെ നടക്കുക ആര്? 12 അപ്പോസ്തലന്മാരുടെ കൂടെയുള്ളവര്. ന്യായപ്രമാണം കൂടെ ആചരിക്കണം എന്നും പറഞ്ഞ് അവര് കൂടെ നടക്കുകയാണ്.
എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെയും ഒരു ഒഴിവുണ്ടാക്കേണ്ടതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പൗലോസ് രണ്ടാമത് യെരൂശലേമിലേക്ക് പോയത്, സഭയെ കൂട്ടി വരുത്തിയത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, 12 അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിക്കാനല്ല, കേൾക്കാനല്ല, ഉപദേശം പ്രാപിക്കാനല്ല, അവരുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാനോ അല്ല, അവരുമായി വിഘടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് രണ്ട് സുവിശേഷമാണ്. അവരുടെ ന്യായപ്രമാണം പൗലോസിന്റെ സുവിശേഷത്തിന്റെ ഉള്ളിൽ കയറ്റുന്നതിനെതിരെ പൗലോസ് എത്ര ശക്തമായിട്ട് വാദിച്ചു എന്നറിയാമോ? എന്നാൽ ഇതൊക്കെ പിൻകാലങ്ങളിൽ മറഞ്ഞു പോയി. പൗലോസ് പറയുന്ന പോലെ തന്നെ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. അവർ വിപരീതോപദേശം പ്രസ്താവിച്ച് നിങ്ങളെ അവരുടെ പിന്നാലെ വലച്ചു കളയും എന്ന് അപ്പോസ്തലപ്രവൃത്തി 20 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, പൗലോസിന്റെ കാലശേഷം ഈ പൗലോസിന്റെ സുവിശേഷത്തിന് കടക്കൽ കോടാലി വെക്കുകയും അതിലേക്ക് യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കടന്നു വരികയും ചെയ്തു. ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ ആ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശവും പൗലോസിന്റെ ഉപദേശവും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഒരു തരം അവിയൽ പരുവത്തിലാക്കി ഉരുട്ടി വിശ്വാസികൾക്ക് വിഴുങ്ങാൻ കൊടുക്കുക. എല്ലാം നമുക്കന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, പൗലോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കുമായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പൗലോസ് നഖശികാന്തം എതിർത്തതാണ് 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇവിടെ പറ്റില്ല എന്നുള്ളത്. അടുത്ത വീഡിയോയിലൂടെ 3ാമത്തെ യെരൂശലേം യാത്ര എന്തിനായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരും അവിടെയുള്ള വിശ്വാസ സമൂഹവും ന്യായപ്രമാണമായിരുന്നു ഫോളോ അപ്പ് ചെയ്തിരുന്നത്, ന്യായപ്രമാണമായിരുന്നു ആചരിച്ചു പോന്നിരുന്നത്. കർത്താവ് ആ നിർദ്ദേശമാണ് അവർക്ക് കൊടുത്തിരുന്നത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് തെളിവ് തരാം. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ. രണ്ടാമത് പൗലോസ് എന്തിനാണ് യെരൂശലേമിലേക്ക് പോയെന്ന്? പ്രശ്നം പരിഹരിക്കാൻ. എന്ത് പ്രശ്നം? യെരൂശലേമിൽ നിന്നുള്ളായിരിക്കുന്ന വിശ്വാസികൾ അന്ത്യോക്യയിലും പൗലോസിന്റെ സഭകളിലും വന്ന് ന്യായപ്രമാണം ആചരിക്കണമെന്ന് പൗലോസിന്റെ വിശ്വാസ സമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ അതിന് പരിഹാരം വരുത്താനാണ് പോയത്. നോക്കുക, അല്ലാതെ കേൾക്കാനും പഠിക്കാനും ഒന്നും അല്ല പോയത്. നിങ്ങൾക്ക് ഈ കാര്യവും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അധികം ദീർഘമായ വീഡിയോകൾ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിതിനെക്കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ പറയാനുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തില് വിഗ്രഹാർപ്പിതമോ എന്ത് തിന്നാലും വിശ്വാസികൾക്ക് സ്തോത്രത്തോടെ എന്ത് ഭക്ഷിക്കാം എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഞാനിതെൻ്റെ കോട്ടയം സഭയിലെ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഈ ക്ലാസ്സുകൾ എടുത്താണ്, 2 ആഴ്ചകളിലായിട്ട്. അപ്പോഴൊക്കെ ഞാൻ അതെല്ലാം വിശദമായി പഠിപ്പിച്ചു. എന്നാൽ യൂട്യൂബിലൂടെ അത്രയും വിശദമായിട്ട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ 4 നിബന്ധനകൾ പോലും പിൻകാലങ്ങളിൽ 4 നിബന്ധനകളിൽ പരസംഗം മാറ്റി നിർത്തുക. പരസംഗം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്. അത് തീർച്ചയായിട്ടും നമുക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബാക്കി രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, ഇതൊക്കെ വർദ്ധിച്ചിരിക്കണം എന്നുള്ള എഴുത്ത് പോലും പൗലോസ് പിൻകാലങ്ങളിൽ ഖണ്ഡിച്ചു. വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും നമുക്കുള്ളതല്ല എന്ന് മനസ്സിലായി. കണ്ടോ, 2 സുവിശേഷമല്ലേ, 2 പദ്ധതിയല്ലേ? ഇതൊക്കെ വായിച്ചിങ്ങനെ പഠിച്ചിട്ടും എന്തുകൊണ്ട് ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് ബോധം വരുന്നില്ല? ഞങ്ങൾ പലരെയും തെറ്റായ ഉപദേശം പറഞ്ഞ് തെറ്റിച്ച് കളയുന്നു എന്നൊക്കെയാണ് ഓരോരുത്തരും വാദിക്കുന്നത്. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുത്ത കർത്താവ് തീരുമാനിച്ചവർ ഈ സത്യം വിശ്വസിക്കുന്നു. 1000-10,000 ഇന്ന് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷിച്ചാർക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കും സന്തോഷിക്കണ്ടേ? പൗലോസിലൂടെയാണ് കൃപായുഗം ആരംഭിച്ചത്. പൗലോസിനാണ് നമ്മളോടുള്ള സുവിശേഷം പരമേൽപ്പിച്ചത്. പൗലോസ് പറഞ്ഞ കൃപയുടെ സുവിശേഷമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പൗലോസ് എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ യെരൂശലേമിലെ സഭയിലുള്ള ഉപദേശമല്ല. യെരൂശലേമിലെ സഭ നമ്മുടെ സഭയല്ല, അത് യഹൂദന്മാരുടെ സഭയാണ്. ആ സഭയെ പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പൗലോസിന് വെളിപ്പെട്ട സഭ പൗലോസിന് മർമ്മമായിരുന്ന സഭ, അല്ലെങ്കിൽ ലോകത്തിന് മർമ്മമായിരുന്ന രഹസ്യമായിരുന്ന സഭയാണ് പൗലോസിന് വെളിപ്പെട്ടത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്. യെരൂശലേമിലെ സഭയല്ല ഇത്. ഇതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കൃപാവരങ്ങൾ എന്ന വീഡിയോകൾ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അപ്പം ഇതിൻ്റെ മൂന്നാം ഭാഗം അവസാനത്തെ പൗലോസിന്റെ യെരൂശലേം യാത്ര നാളെ ഞാൻ വീഡിയോ ഇട്ടിടാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടു 1ാമത്തെ യാത്ര, ഇന്ന് ഞാൻ 2ാമത്തെ യാത്രയെക്കുറിച്ചിരുന്നു, നാളെ ഞാൻ 3ാമത്തെ യാത്രയെക്കുറിച്ചിടാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിരുന്നുവല്ലോ. ദൈവത്തെ കരുതിക്കാരെ ഏവരെയും സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.